ഈ ഉണർവ് കാണണമെങ്കിൽ ഏറ്റവും വലിയ വില, the greatest price, the major price that must be paid if we need to see revival is absolute surrender to God and to His will. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. പിൻകാലങ്ങളിൽ വെളിപ്പെട്ട ഉണർവുകളേക്കാൾ ഏറ്റവും വലിയൊരു ഉണർവ് ദേശങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായി അതിനൊരു വലിയ ഒരുക്കത്തിലാണ് നാം ആയിരിക്കുന്നത്. ഉണർവുകൾ യാദൃശ്ചികമായി നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ ആ ദൈവപ്രവൃത്തി, ആ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച വെളിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി ഒരു വിലയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഉണർവ് വെളിപ്പെടണമെങ്കിൽ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി, ഒരു ചലനം, ഒരു ദൈവത്തിന്റെ മൂവ്, ഒരു ദൈവിക ചലനം, ദേശങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ വ്യതിയാനം കൊണ്ടുവരുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് വരുന്ന ഒരു വലിയ കൊയ്ത്തിന്റെ അങ്ങനെ ഒരു പ്രതലം വെളിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി ഒരു വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു വില കൊടുക്കണം. ഒരു വില കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി ആവശ്യമുള്ളതാണ്. There are many ingredients that are needful for a revival. ഈ ഉണർവ് കാണണമെങ്കിൽ ഏറ്റവും വലിയ വില, the greatest price, the major price that must be paid if we need to see revival is absolute surrender to God and to His will. ദൈവവചനത്തിൽ നിന്നും ഉണർവിന്റെ ചരിത്രങ്ങൾ പഠിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണമാണ്. It's an absolute surrender, a total and complete surrender without holding anything back from God. Yes, that's the greatest prize that God is looking. When God finds a man, God finds a woman, when God finds a people who are willing to pay that great price, revival is inevitably the experience of that community. In the book of Hebrews chapter 10 verse 5 to 7, it reads, consequently when Christ came into the world, He said, sacrifices and offerings you have not desired, but a body have you prepared for me. In burnt offerings and sin offerings you have taken no pleasure. Then I said, behold, I have come to do your will, O God, as it is written of me in the scroll of the book. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. നാം ഈ വായിച്ച കേട്ട ഭാഗങ്ങളിലാണ് സ്തോത്രം ഉണർവിന് വേണ്ടി അനിവാര്യമായ ആവശ്യമായ ഏറ്റവും വലിയ വിലയെക്കുറിച്ചുള്ള ആ രഹസ്യം, ആ മർമ്മം ഒളിഞ്ഞു കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ! ഈ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടയായി തീർന്നു. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ 40-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ഈ വാക്യങ്ങളെ എടുത്ത് കർത്താവ് തന്നെ കുറിച്ച് പറയുകയാണ്, ദൈവമേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, നീ ഹനനയാഗവും വഴിപാടിലും സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിക്കുന്നില്ല, നീ ഇച്ഛിക്കുന്നില്ല. God, I have understood one thing. Christ is saying, I've understood one thing, that you are not delighted, you do not take pleasure, you do not desire sacrifices and offerings. In burnt offerings and sin offerings you have no pleasure. But you have prepared a body for me. Then I said, behold, I have come to do your will, O God, as it is written of me in the scroll of the book. പാപയാഗങ്ങളിലും ഹനനയാഗങ്ങളിലും പുറമേയുള്ള യാഗങ്ങളിൽ നീ പ്രസാദിക്കുന്നില്ല, അതല്ല നീ ഇച്ഛിക്കുന്നത്.
യേശു പറയുക, എനിക്ക് വേണ്ടി അപ്പാ നീ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ നിന്റെ ഹിതത്തെ ചെയ്യുവാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. Yes, that's the secret. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. എനിക്ക് അപ്പാ പിതാവേ നീ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, എന്റെ ജീവിതത്തെ സമ്പൂർണമായി അങ്ങയുടെ ഹിതത്തെ നിവർത്തിച്ചെടുക്കുവാൻ ഞാൻ പൂർണ്ണമായി സ്വമേധ ഞാനത് അർപ്പിക്കുന്നു. ഒരു യാഗത്തെ അർപ്പിക്കുന്നത് പോലെ ഞാൻ എന്റെ ശരീരത്തെ, എന്റെ ജീവിതത്തെ, എന്റെ ഹിതത്തെ, അങ്ങയുടെ ഹിതത്തെ നിവർത്തിച്ചെടുക്കുവാൻ, പുസ്തക ചുരുളിൽ അങ്ങയുടെ പദ്ധതികളെ നിവർത്തിക്കുവാൻ, എന്നെ കുറിച്ച് അങ്ങ് പദ്ധതിയിട്ടത് നിവർത്തിക്കുവാൻ ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണമായി കൊടുക്കപ്പെട്ട ഒരു ജീവിതം. Hallelujah. That's the great price. The price of absolute surrender. If you need to have the all of God, God must have all of yourself. Hallelujah. നമുക്ക് ദൈവത്തിന്റെ സർവവും വേണമെങ്കിൽ ഉണർവിൽ അതാണ് സംഭവിക്കുന്നത്. നാം ദൈവമേ ഒരു ഉണർവ് അയക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ we are asking God, come down in power. Let your presence and power manifest. നാം പൂർണ്ണമായി ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മധ്യത്തിൽ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുവേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വിലയാണ് സമ്പൂർണമായി നമ്മെ തന്നെ ദൈവത്തിന് കൈമാറ്റം ചെയ്യുന്ന ആ ഒരു കാര്യം. If we want to see all of God, then God must have all of us. There is nothing that you can hold back from God and say, God, maybe I will surrender everything, but not this. Maybe I will surrender everything in that area, but not that. No language like that is allowed. കർത്താവ്, ഞാൻ എല്ലാം സമർപ്പിക്കാം, ഇതൊഴിച്ച് ഞാൻ എല്ലാം ഏൽപ്പിക്കാം, ഇതൊഴിച്ച്. No, that's not acceptable to God. If you desire the all of God, which is called revival, then God must have all of you. Hallelujah. Hallelujah. ഈ ഉണർവ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ ദേശത്തിൽ വെളിപ്പെടണമെങ്കിൽ അങ്ങനെ ഒരു വില കൊടുക്കുവാൻ നാം തയ്യാറായിരിക്കണം. സമ്പൂർണമായി ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി, ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ സമ്പൂർണമായി എങ്ങനെ യേശു തന്നെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തുവോ അങ്ങനെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഹൃദയത്തിന്റെ ആഴമായ സമ്പൂർണമായ സമർപ്പണം. അത് പറയുവാൻ എളുപ്പമാ, പാടുവാൻ എളുപ്പമാ. But that's a heavy price. It's easy to speak about it, it's easy to sing about it, but it's a heavy price. കർത്താവിന്റെ ജീവിതത്തെ നാം ചിന്തിക്കുമ്പോൾ, നാം കാണുമ്പോൾ പിതാവിന്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത ഒരു പുത്രന്റെ മാതൃകയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Hallelujah. That's the way of the cross. ക്രൂശിന്റെ വഴിയാണത്. പിതാവിന്റെ ഹിതത്തെ പൂർണ്ണമായി നിവർത്തിച്ചെടുക്കണമെങ്കിൽ സ്തോത്രം, സ്വന്തമായി ഒഴിച്ചു കൊടുക്കാതെ, സ്വന്തം ഹിതത്തെ മാറ്റിവെക്കാതെ, പൂർണ്ണമായി തന്റെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും മാറ്റിവെക്കാതെ ഒരു മരണത്തിൽ കൂടെ അല്ലാതെ അത് സംഭവിക്കുകയില്ല. To surrender is not easy. It's a heavy price. It demands the death of our very self. Everything, absolutely everything, so that God can be all in all, that Christ can be all in all. കർത്താവായ യേശു പൂർണ്ണമായി
പിതാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന് ഇഷ്ടമായിരുന്നു പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ ജനത്തെ വീണ്ടെടുക്കണം. അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ യേശു തന്നെ തന്നെ ഒഴിച്ചു. If you have to do the will of God, you have to empty yourself. തന്നെ തന്നെ ഒഴിച്ചു, തന്നെ തന്നെ വിട്ടുകൊടുത്തു. മനുഷ്യന്റെ പാപത്തോട് താൻ ഏകീഭവിക്കുവാൻ ഇടയായി തീർന്നു. He became the sin of the world. He became the scorn of the world. പാപമില്ലാത്തവൻ പാപമായി തീർന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടായി, മനുഷ്യന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി തീർന്നു. ഹല്ലേലൂയ. അതൊരു വലിയ വിലയായിരുന്നു പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഗെത്സമനെ തോട്ടത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ ആ വേദന അത്ര ആഴമേറിയ ഒരു കാര്യമായതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ യേശു പിതാവിനോട് പറയുക, Father, if you're willing, remove this cup from me. Nevertheless, not my will, but yours be done. It's not easy. It's a heavy price. It demands everything of me. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കഴിവെങ്കിൽ, if it is possible, remove it, oh God, but yet not my will. എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിവർത്തിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. 44-ാം വാക്യം, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ച് അവന്റെ വീർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികളെ പോലെ ആയി. And being in agony, he prayed more earnestly, and his sweat became like great drops of blood falling down to the ground. Hallelujah. പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചെടുക്കുവാൻ, പിതാവിന്റെ പദ്ധതികളെ നിവർത്തിച്ചെടുക്കുവാൻ എളുപ്പമല്ലായിരുന്നു കർത്താവിന്. ഹല്ലേലൂയ. തന്നെ തന്നെ ഒഴിക്കേണ്ടി വന്നു. താൻ പാപമായി തീരേണ്ടി വന്നു. പിതാവ് ന്യായം വിധിക്കുമ്പോൾ ആ ന്യായവിധി തന്റെ മേൽ ഏറ്റുവാങ്ങേണ്ടത് വന്നു. ഇവിടെ നാം വായിക്കുന്നത് യേശുവിന്റെ വേർപ്പ് ചോരത്തുള്ളികളായി അത് നിലത്തേക്ക് വീഴുവാൻ ഇടയായിത്തീർന്നു. It was agonizing. It was traumatic. Hallelujah. It was emotionally demanding. He was being crushed, tormented. പക്ഷെ അതിന്റെ മധ്യത്തിൽ കർത്താവ് പറയുക, യേശു പറയുക, എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നു. My life is fully, totally, absolutely surrendered and yielded to you. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവ് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷത്തെ ഓർത്ത് ക്രൂശിനെ സഹിച്ച് അപമാനത്തെ അലക്ഷ്യമാക്കിയ നമ്മുടെ കർത്താവായ യേശു, Jesus, who became obedient even to the point of death on the cross, who endured the cross and despised the shame. Hallelujah. There is a cause for revival, and that's absolute surrender. And absolute surrender is only possible through the way of the cross, when you're willing to die and die and die to yourself and say, here I am, totally for you. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം, truly, truly I say to you, unless a grain of wheat falls into the earth and dies, it remains alone, but if it dies, it bears much fruit. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ
വിളവുണ്ടാകും. Yes, that's what's absolute surrender. Hallelujah. It is to die to ourselves, our desires, our passions, our ambitions, so that God can have it all. And whatever it seems good to Him, He will fulfill it in us and through us. ഗോതമ്പണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തന്നെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. Hallelujah. That's the price that must be paid. A willingness to surrender even to the point of death. Saying, God, here I am, here I am, here I am, totally available to you. Fully available to you, withholding nothing, oh God. എന്നെ സമ്പൂർണമായി ഒന്നും വെച്ച് പിടിക്കാതെ എന്നെ സമ്പൂർണമായി ഏൽപ്പിക്കുന്ന അങ്ങനെ ഉള്ള ഒരു ഹൃദയത്തിന്റെ ആ ഒരു സമർപ്പണം. തിരുവചനം പഠിക്കുമ്പോൾ ഈ വില കൊടുക്കുവാൻ തയ്യാറായ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാം. നാം എബ്രഹാമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രഹാമെ വിശ്വാസികളുടെ പിതാവായത് എങ്ങനെയാണ്? അതിന് വിലയുണ്ടായിരുന്നോ? എബ്രഹാം പിതാവ് പറയും, നിശ്ചയമായി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു ദിവസം ദൈവം വെളിപ്പെട്ട് പറഞ്ഞു. ആദ്യ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, ഞാൻ എൽ ശദായായ ദൈവമാണ്. I am the mighty God. Walk before me blameless. നിഷ്കളങ്കനായി എന്റെ മുമ്പാകെ നടക്കുക എന്ന് ദൈവം ഇടപെടുകയാണ്. അവിടെ നാം കാണുന്നത് എബ്രഹാം നെടുമ്പാട് വീണ് തന്നെ സമർപ്പിക്കുകയാണ്. Yes Lord. And he prostrated, bowed down before God and said, I am willing to pay that price. I'm willing to pay that price. Hallelujah. എബ്രഹാമിനോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കണം. ഞാൻ എങ്ങനെ എബ്രഹാമിനോട് പറയാതിരിക്കുന്നത്? പക്ഷേ എബ്രഹാം, നീ ഒരു കാര്യം അറിയണം. അധികം ദൂരം നമ്മുടെ കൂട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നീ നിഷ്കളങ്കനായിരിക്കണം, കപടമില്ലാത്തവനായിരിക്കണം. Because that's who I am. There's a price to walk with God. There's a price if we have to hear the voice of God. There's a price if we have to be used of God. Abraham will say, I surrendered. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പൂർണ്ണമായി ദൈവത്തിന്റെ പാദങ്ങളിലേക്ക് കിടന്നു എന്നെ തന്നെ കൊടുത്ത് ഞാൻ പറഞ്ഞു, ദൈവമേ, നിന്റെ മുമ്പാകെ ഒരു കപടതയും ഒരു അശുദ്ധിയും ഒരു മ്ലേച്ഛതയും ഒന്നും വെച്ച് പിടിക്കാതെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറാണ്. ആ ഭാഗം നാം വായിക്കുമ്പോൾ ദൈവം വലിയൊരു ഉടമ്പടി എബ്രഹാമിനോട് പറയുകയാണ്. എബ്രഹാമേ, നീ എബ്രഹാം എന്നല്ല, ഞാൻ നിന്നെ എബ്രഹാം എന്ന് വിളിക്കും. നീ ജാതികളുടെ ബഹുജാതികളുടെ പിതാവായി തീരും. ഞാൻ നിന്റെ പേര് മാറ്റുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒത്തിരി ജാതികൾ നിന്നിൽ നിന്ന് വരും, രാജാക്കന്മാർ നിന്നിൽ നിന്ന് വരും. ദൈവം അനുഗ്രഹിക്കുക. എവിടെ ദൈവത്തിന് ആ സമർപ്പണം കാണുമോ, എവിടെ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കിട്ടുമോ, അവിടെ ദൈവത്തിന്റെ പദ്ധതികളെ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. വേല കൊടുത്ത എബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഒരു ദിവസം ദൈവം വീണ്ടും ഇടപെടുകയാണ്. എബ്രഹാം, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഏകജാതനായ ആ നീ സ്നേഹിക്കുന്ന, നീ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആ മകനെ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കുവാൻ. ഓ ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയ ദൈവം അങ്ങനെ പറയുമോ? അങ്ങനെ ഒരു വില ചോദിക്കുമോ? അതേ പ്രിയപ്പെട്ടവരെ, പല തരത്തിലുള്ള വിലകളാണ്. സ്തോത്രം. ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെങ്കിൽ, സ്തോത്രം, പല രീതിയിൽ ദൈവം നമ്മോട് ഇടപെടുവാൻ ഇടയായിത്തീരും. പല വിലകൾ, പല നിലവാരത്തിലുള്ള വിലകൾ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടും. അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം അവനോട് എത്ര പറ്റിച്ചേർന്നിരിക്കുന്നു, എത്ര സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. How much have we surrendered ourselves to him? എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നു വന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു.
താനൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. By faith, Moses, when he was grown up, refused to be called the son of Pharaoh's daughter, choosing rather to be mistreated with the people of God than to enjoy the fleeting pleasures of sin. He considered the reproach of Christ greater wealth than the treasures of Egypt, for he was looking for the reward. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന തിരസ്കരിക്കുകയും മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. പലപ്പോഴും നമുക്ക് പോലും അറിയുകയില്ല നാം എടുക്കുന്ന തീരുമാനങ്ങൾ, സ്തോത്രം, അതൊരു വില കൊടുക്കുന്ന കാര്യമാണ്. നാം പോലും അറിയാത്ത സമയങ്ങളിലായിരിക്കും ദൈവം നമ്മെ ശോധന ചെയ്യുന്നത്, ദൈവം നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ മേക്ക് ചെയ്യുന്ന ചോയ്സസ്, അതെല്ലാം ആ വില കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. Hallelujah. That was the secret why God could use Moses in extraordinary ways. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മിസ്രൈം ജനത്തെ, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ കാരണമായി തീർന്നത്. Because somebody paid the price to be pleasing in God's eyes so that God can use that individual. Hallelujah. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നാം വായിക്കുവാണെങ്കിൽ, സ്തോത്രം, ഒരു സമാഗമന കൂടാരമുണ്ട്. നമുക്കറിയാം, ദൈവം മോശയോട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രതലം, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. Hallelujah. Thus the Lord used to speak to Moses face to face as a man speaks to his friend. When all the people saw the pillar of cloud standing at the entrance of the tent, all the people would rise up and worship. ഈ സമാഗമന കൂടാരത്തിൽ, പാളയത്തിന്റെ പുറത്ത് അടിച്ച ഈ ടെന്റ് ഓഫ് മീറ്റിംഗിൽ ദൈവം വരും. അതൊരു മേഘസ്തംഭം പോലെ വെളിപ്പെടും. ദൈവത്തിന് ജനത്തിന് മനസ്സിലാകും ദൈവം വന്നിരിക്കുക. അവരെല്ലാം എഴുന്നേറ്റ് അവരെല്ലാം ദൈവത്തെ നമസ്കരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ മേഘസ്തംഭം അവിടുന്ന് അങ്ങ് പോകും. മോശ ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞ് മോശ പാളയത്തോട്ട് പോകും. പക്ഷെ 11-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത്, പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്ന് അവന്റെ ശുശ്രൂഷകനായ നൂനിന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു. When Moses turned again into the camp, his assistant Joshua the son of Nun, a young man, would not depart from the tent. യൗവനക്കാരനായ യോശുവയ്ക്ക്, മോശയുടെ അസിസ്റ്റന്റായ യോശുവയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. ദൈവം മോശയെ അസാധാരണമായി ഉപയോഗിക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്, ഒരു കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്തോത്രം, ഈ കൂടാരം വിട്ടുപിരിയാതെ മോശ ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞ് തന്റെ ആവശ്യത്തിന് വേണ്ടി പാളയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പോലും വിട്ടുപിരിയാതെ ദൈവസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ വില കൊടുത്ത യോശുവ പിൻകാലങ്ങളിൽ ഇസ്രായേലിന്റെ ഒരു നേതാവായി മാറുകയാണ്. നാം തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? ആ വില കൊടുക്കുവാൻ നാം തയ്യാറാണോ? നാം തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. It's not easy. അത് എളുപ്പമുള്ള കാര്യമല്ല. It demands your death. Hallelujah. And it's painful. It's painful. It's a bloody death. But if you will pay the price, God will pick you up and use you in this generation to see the end time move of God, to see the end time revival and a great harvest. We will be in the forefront of what God is doing. അവലെ കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, സമ്മതമാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കരങ്ങളിലെടുത്ത് ഈ അന്ത്യകാല ഉണർവിന് വേണ്ടിയും ചലനത്തിന് വേണ്ടിയും ഈ മൂവിന് വേണ്ടിയും അസാധാരണമായ നിലവാരങ്ങളിൽ നമ്മെ ഉപയോഗിക്കുവാൻ, അതിന്റെ മുൻനിരയിൽ നിർത്തുവാൻ ഇടയായിത്തീരും.